ഇനി നമ്മൾ 2 ചാക്കിലെടുത്തിട്ടുള്ള കരിയില വെച്ച് നമ്മൾ അടിപൊളി കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ. അത്രയും വലിയ ചാക്കിലുള്ള കമ്പോസ്റ്റ് അല്ലേ, അതിപ്പോൾ ചുരുങ്ങിയതാ ഈ ഒരു പരുവത്തിലേക്കായി. ജേസ് നേച്ചറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമ്മൾ 2 ചാക്കിലെടുത്തിട്ടുള്ള കരിയില വെച്ച് നമ്മൾ അടിപൊളി കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളിവിടെ 2 ചാക്കിൽ കരിയില കരുതിയിട്ടുണ്ട്. അത് കൂടുതലായിട്ട് നമുക്ക് തേക്കിൻ്റെ ഇലയും അതുപോലെ തന്നെ പ്ലാവിൻ്റെ ഇലയുമാണ് കൂടുതലായിട്ട് നമ്മൾ ശേഖരിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഡിസംബർ ജനുവരി ഈ ഒരു സമയത്ത് നമുക്ക് കൂടുതലായിട്ടും ഇല പൊഴിക്കുന്ന മരങ്ങളിൽ നിന്നൊക്കെ ധാരാളമായിട്ട് ഇതുപോലെ കരിയിലകൾ കിട്ടും. അപ്പോൾ നമ്മളുടെ വീട്ടിലും ഇതുപോലെ കരിയിലകളൊക്കെ വെച്ചിട്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ കരിയില കമ്പോസ്റ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ചാണക സ്ലറി കൂടി കരുതി വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ പച്ച ചാണകം ഉപയോഗിച്ച് കൊടുക്കാം, പക്ഷേ ഞാനിവിടെ പച്ച ചാണകത്തിൻ്റെ സ്ലറി രൂപത്തിലാക്കിയിട്ട് അതാണ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു 2 ചാക്കിൽ ഏകദേശം നമ്മൾ അത്യാവശ്യം വലിയ ചാക്ക് എടുത്തിട്ട് അതിലെ ഒരു കരിയിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് പ്രസ് ചെയ്ത് താഴെ ഭാഗത്തേക്ക് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അതിനകത്തേക്ക് കുറച്ച് കക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ കുമ്മായത്തിൻ്റെ പൊടിയും കൂടി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. പെട്ടെന്ന് തന്നെ ദ്രവിച്ച് പൗഡർ രൂപത്തിൽ കമ്പോസ്റ്റ് രൂപത്തിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു പൗഡറൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മളിങ്ങനെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മറ്റേ ചാക്കിൽ വെച്ചിട്ടുള്ള കരിയിലയും കൂടി ഇതിനകത്തേക്ക് ലെയർ രൂപത്തിൽ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ ആ ഒരു കരിയിലും കൂടി കുറച്ചിട്ടതിന് ശേഷം നന്നായിട്ട് പ്രസ് ചെയ്ത് താഴ്ത്തിക്കൊണ്ട് പിന്നെ നമ്മൾ അതിനകത്തേക്ക് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ഒരു സ്ലറി, നമ്മൾ ചാണക സ്ലറി ഇല്ലേ, അതുകൂടി ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ലെയറുകളായിട്ട് നമ്മൾ കുമ്മായപ്പൊടി അതിനകത്തേക്ക് വീണ്ടും നമ്മൾ കരിയില, പിന്നെ നമ്മളതൊന്ന് പ്രസ് ചെയ്തിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ആ ചാണക സ്ലറി ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു 4-5 ലെയറായിട്ട് നമ്മൾ ഈ ഒരു ചാക്ക് നിറയുന്നത് വരെ നമ്മളിങ്ങനെ ചെയ്തു കൊടുക്കണം. ഇതുപോലെ ചാണക സ്ലറിയൊക്കെ കൂടുതലായിട്ട് ഉപയോഗിച്ച് കൊടുക്കുന്നത് കൊണ്ട് നമ്മൾ ചെടിക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ നൈട്രജൻ വളം അതുപോലെ തന്നെ നല്ല കാർബൺ അടങ്ങിയ വളമൊക്കെ നമുക്ക് ചെടികൾക്ക് കൊടുക്കാനായിട്ട് കഴിയും. നമ്മുടെ ഗ്രോ ബാഗിനകത്തൊക്കെ നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്ന സമയത്ത് ആദ്യം കുറച്ച് മണ്ണ്, അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് കരിയില കമ്പോസ്റ്റ്, വീണ്ടും മണ്ണ്, പിന്നെ വീണ്ടും കുറച്ച് അടുത്ത ലെയറായിട്ട് നമ്മൾ വീണ്ടും ഇതുപോലെ തന്നെ കരിയില കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അതിനകത്തേക്ക് ചെടിയോ അല്ലെങ്കിൽ പച്ചക്കറിയൊക്കെ നടുന്ന സമയത്ത് നന്നായിട്ട് റൂട്ട് പാസേജ്, വേരുകൾക്കൊക്കെ നല്ല വായുസഞ്ചാരം കിട്ടുകയും അതുമൂലം നല്ല വളപ്രയോഗം വലിച്ചെടുക്കാൻ കഴിയും. ചെടികൾക്കൊക്കെ നന്നായിട്ട് വളം വലിച്ചെടുക്കാൻ കഴിയും ഈ ഒരു കരിയില കമ്പോസ്റ്റ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ആ ഒരു ചാക്കിലെ മുഴുവൻ കരിയിലയും ഈ ഒരു വലിയ ചാക്കിനകത്തേക്ക് നമ്മൾ പ്രസ് ചെയ്ത് അതുപോലെ തന്നെ അതിൻ്റെ ഇടയിലായിട്ട് ലെയറുകളായിട്ട് നമ്മൾ ചാണക സ്ലറിയും അതുപോലെ തന്നെ കുമ്മായത്തിൻ്റെ പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതിനകത്തേക്ക് മുഴുവൻ ഈ ഒരു കരിയില നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് വെയിൽ കൊള്ളാത്ത സ്ഥലത്തേക്ക് നമ്മൾ നല്ല രീതിയിൽ കെട്ടിയിട്ട് നമ്മൾ എടുത്തു വെക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇങ്ങനെ കരിയില എടുത്തു വെക്കുന്ന സമയത്ത് അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ചാക്ക് നമ്മൾ ഡയറക്റ്റായിട്ടാണ് വെച്ചിരിക്കുന്നതെങ്കിൽ അതൊരു 2 ആഴ്ച കഴിഞ്ഞാൽ അത് നേരെ കമഴ്ത്തി വെക്കുക. അതായത് അടിഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിൽ വെക്കുക. അല്ല മറിച്ച് നമ്മൾ ചെരിച്ചാണ് വെക്കുന്നത് എങ്കിൽ അത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനായിട്ട് 2 ആഴ്ച കഴിയുന്ന സമയത്ത് വീണ്ടും വെക്കുക. അങ്ങനെ മാത്രം സംഭവിച്ചാൽ നമ്മൾ ഈ ഒരു ചാണക സ്ലറി ഒഴിച്ച സമയത്ത് അത് അടിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ അത് വീണ്ടും നമ്മളിലേക്ക് മാറി വന്നെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ കമ്പോസ്റ്റ് ആവുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വെച്ചതിന് ശേഷം, കെട്ടിക്കൊടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു എയർ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് അത്യാവശ്യം നല്ല രീതിയിൽ വായുസഞ്ചാരം കിട്ടിയാൽ മാത്രമേ വളരെ പെട്ടെന്ന് ഇത് കമ്പോസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചാക്കിന് നിറയെ ഇതുപോലെ ഹോൾ ഇട്ട് കൊടുക്കുന്നത്. അന്ന് നമ്മൾ ഉണ്ടാക്കിയെടുത്ത അത്രയും വലിയ ചാക്കിലുള്ള കമ്പോസ്റ്റ് അല്ലേ, അതിപ്പോൾ ചുരുങ്ങിയതാ ഈ ഒരു പരുവത്തിലേക്കായിട്ട് മാറിയിട്ടുണ്ട്. ഈ ചാക്കൊക്കെ ആകെ ദ്രവിച്ചിട്ടുണ്ടോ, ഞാൻ വല്ലാതെ ശ്രദ്ധയൊന്നും കൊടുക്കാത്തത് കൊണ്ടായിരിക്കും ഇത് മഴയൊക്കെ കൊണ്ട് ആകെ ദ്രവിച്ച രൂപത്തിലായിട്ടുണ്ട്. അപ്പോൾ അന്ന് നമ്മൾ അത്രയും വലിയ ഇതായിട്ട് ഉണ്ടാക്കി വെച്ച ആ ഒരു കമ്പോസ്റ്റ് ഇത്ര ചെറുതായി. ഇനി നമുക്കൊന്ന് മണ്ണ് മാറ്റിയിട്ടൊന്ന് നമുക്ക് നോക്കി നോക്കാം. ഈ ഒരു ചാക്ക് വേറെ ഭാഗത്തേക്ക് കൊട്ടിയിട്ട് ഈ കമ്പോസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കി നോക്കാം. ഈ കമ്പോസ്റ്റിനകത്ത് ഒരുപാട് ആൾക്കാർ വന്നിട്ട് അവരുടെ വീടായിട്ട് താമസം തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് അതിഥികളുണ്ട്. അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അവർക്ക് ഇതിന്ന് പോകുന്നത് കാണാം. ഒരുപാട് പൊടിഞ്ഞിട്ടുണ്ട് എങ്കിലും ഇനിയും ഒരുപാട് റെഡി ആവുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ നന്നായിട്ട് ദ്രവിച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഗ്രോ ബാഗിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ ഇത് പെട്ടെന്ന് ദ്രവിച്ച് ചേരും. ഇപ്പോൾ കണ്ടോ, ഇത്രയും ആയിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ ആയിട്ടുണ്ട് നമ്മളെ ഈ ഒരു കമ്പോസ്റ്റ്.
പൊടി പൊടിയായിട്ടുണ്ട്. ചിലയിടത്ത് മാത്രമാണ് നമുക്കിതുപോലെ പൊടിയായിട്ട് കിട്ടാത്തത്. കണ്ടോ, നമ്മുടെ ഈ ഒരു ഇതിനകത്ത് മണ്ണിരയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് മണ്ണിരൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. പിന്നീട് അതിൻ്റെ ഒരു ഇത് കണ്ടിട്ട് ദ്രവിച്ചിട്ട് ചാണകം എന്നൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു കരിയിലൊക്കെ ദ്രവിച്ച് തുടങ്ങിയ സമയത്ത് മണ്ണിരൊക്കെ വന്നിട്ട് ഇത് നല്ല അടിപൊളിയായിട്ടുള്ള കമ്പോസ്റ്റായിട്ട് മാറിയിട്ടുണ്ട്. ഈ ഒരു കരിയില കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കുന്നതുകൊണ്ടുള്ള മെച്ചം എന്തെന്ന് വെച്ചാൽ, നമ്മൾ ചെടി അല്ലെങ്കിൽ പച്ചക്കറികളൊക്കെ ഇതിനകത്ത് നടുന്ന സമയത്ത് നല്ല എയർ കിട്ടും, നല്ല വേരുകൾക്കൊക്കെ നന്നായിട്ട് പാസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ കൂടുതൽ വളം വലിച്ചെടുക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ നല്ല വളർച്ചയും കിട്ടും, നല്ല കായ്ഫലവും കിട്ടും. അപ്പോൾ ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്കോ മറ്റൊരു ചാക്കിലേക്കൊക്കെ മാറ്റിയെടുക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് ആളുകൾ ഇതിൽ വന്നിട്ട് താമസമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ഈ തേരട്ടകളും അതുപോലെ തന്നെ ധാരാളം ഉറുമ്പ് ധാരാളം ഉണ്ട്. അതുപോലെ തന്നെ ഈ തേരട്ടകളൊക്കെ. അപ്പോൾ ഇവർക്കൊക്കെ പോകാനുള്ളൊരു സമയം കൊടുത്തതിന് ശേഷം നമുക്കിത് വീണ്ടും മറ്റൊരു ചാക്കിലേക്ക് മാറ്റി വെക്കാം. പിന്നെ നമുക്കിവിടെ കൃഷിയുടെ ഉപയോഗത്തിനൊക്കെ വേണ്ടുന്ന സമയത്ത് നമ്മൾ ഉപയോഗിച്ച് കൊടുക്കാം. ഈ കൃഷിക്കൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഓരോ ലെയറായിട്ട് ഉപയോഗിച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ചെടിയൊക്കെ പെട്ടെന്ന് തന്നെ വളർന്നെടുക്കാനായിട്ട് ഈ ഒരു കരിയില കമ്പോസ്റ്റ് കൊണ്ട് കഴിയും. നമ്മുടെ ഒരു ഡിസംബർ ജനുവരി ആ ഒരു സമയത്താണ് കൂടുതലായിട്ടും കരിയിലകളൊക്കെ നമുക്ക് തൊടിയിൽ നിന്ന് കിട്ടാനായിട്ട് ഉള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് പറഞ്ഞാൽ മരങ്ങളൊക്കെ ഇല പൊഴിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അത് ആ സമയത്ത് നമ്മൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നല്ല കരിയില കമ്പോസ്റ്റ് ആക്കിയിട്ട് നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതുപോലെ കരിയിലൊക്കെ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ശേഖരിച്ച് വെച്ചിട്ട് നമുക്കൊരു ചാക്ക് മതി ഇവ കമ്പോസ്റ്റ് ആക്കാൻ. അപ്പോൾ അങ്ങനെ കമ്പോസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കാർബണും അതുപോലെ തന്നെ നല്ല നൈട്രജനൊക്കെ അടങ്ങിയ വളങ്ങൾ നമുക്ക് ചെടികൾക്കായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലൊക്കെ ഷെയർ ചെയ്യാനും മറക്കല്ലേ.